ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ മികച്ച ലാഭം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഓണക്കാലഘട്ടമാണ് വരുന്നത്. ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ചാൽ ഈ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ടും നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകളാണ്. ഈ ഇരിക്കുന്ന രണ്ട് ബ്രാൻഡഡ് കമ്പനികളാണ് ഈ ഇരിക്കുന്നത്. അതായത് മയൂര, മുരുകപ്പ ഗ്രൂപ്പുകാരുടെയാണ് ഈ ഇരിക്കുന്ന മയൂരയുടെ തേയില. അതോടൊപ്പം തന്നെ അത്തിക്കുന്ന് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എങ്ങനെ മികച്ച വരുമാന രീതിയാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. പല ആളുകളും നമ്മളോട് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത്തിക്കുന്നയുടെ കൂടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ചേർത്തുകൊണ്ട് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ലാഭം കിട്ടില്ല എന്നുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താ പറയുമ്പോൾ, ശരാശരി നമുക്ക് ഈ ഒരു ഓണക്കാലഘട്ടം വരുമ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒരു 1000 കിലോയെങ്കിലും വിൽപ്പന നടത്താനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ഈ ഒരു ലൂസ് സെയിൽ ബിസിനസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 കിലോ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു കിലോയിൽ മേൽ നിങ്ങൾക്ക് ഒരു 50 രൂപ ശരാശരി ലാഭം കാണുവാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, 1000 കിലോ വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ വെറുതെ നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 1000 കിലോ നമുക്ക് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ റേറ്റ് കാര്യങ്ങൾ ചിലയിടത്തൊക്കെ നമുക്ക് 30 രൂപ അല്ലെങ്കിൽ 35-40 രൂപയൊക്കെ ചിലയിടത്ത് നമുക്ക് കിട്ടുള്ളൂ. കാരണം വെച്ചാൽ അവര് വില നമ്മളോട് ഭയങ്കരമായിട്ട് കുറയ്ക്കി എന്നൊക്കെ പറയുന്ന കടക്കാരും ഉണ്ട്. അല്ലാതെ ചിലവര് ക്വാളിറ്റിയുടെ പ്രശ്നം പറയുന്നവരുണ്ട്. അപ്പൊ നമുക്ക് മികച്ച ക്വാളിറ്റിയും വേണം, അതോടൊപ്പം തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുകയാണ്. കാരണം ഇതൊരു മയൂരയുടെ SRD തേയിലയാണ്. ഈ ഒരു ബ്രാൻഡ് മാത്രം നമ്മൾ ചിലപ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 190 രൂപയാണ് ഇതിന്റെ നെറ്റ് വില വരുന്നത്. 1 കിലോയുടെ വില ഈ ഒരു മയൂര SRD ഈ ആഴ്ചത്തെ വിലയാണ് കേട്ടോ. ഈ ആഴ്ചത്തെ വില വരുമ്പോഴത്തേക്കും 190 രൂപയോളം നെറ്റ് വില വരും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വില. അപ്പൊ നിങ്ങൾ ഈ 190 എടുത്തിട്ട് നിങ്ങൾ ഇത് കൊടുക്കുവാണെങ്കിൽ ഒരു 240 രൂപയ്ക്ക് അല്ലെങ്കിൽ 230 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 30 അല്ലെങ്കിൽ 40 രൂപയുടെ ലാഭമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ? ഇനി 240 കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 രൂപ ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ എല്ലാ കടക്കാരും ചിലപ്പോൾ നിങ്ങൾക്ക് 240 രൂപ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല എല്ലായിടത്തും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് വാംടി പോലുള്ള ബ്രാൻഡുകൾ എടുത്തിട്ട് 130 രൂപയാണ് വാംടിയുടെ 1 കിലോയുടെ ഇപ്പോഴത്തെ നെറ്റ് വില വരുന്നത്. അപ്പൊ ഈ വാംടിയുടെ ഈ ഒരു 1 കിലോ തേയിലയും ഈ മയൂര SRDയുടെ ഈ 1 കിലോ തേയിലയും കൂടെ നിങ്ങൾ ശരാശരി ഒന്ന് കൂട്ടി നോക്കുമ്പോൾ എത്ര രൂപ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് 2 കിലോ, 1 കിലോ മയൂരയും 1 കിലോ വാംടിയും കൂടെ ചേരുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസം വന്നു എന്നുള്ളത് അത് നേരെ നിങ്ങളൊന്ന് രണ്ടായിട്ടൊന്ന് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 കിലോ ശരാശരി 160 രൂപയോളം വില വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. 160 രൂപയാണ് 1 കിലോയ്ക്ക് വരുന്നത്. അതേസമയം നിങ്ങൾ ഈ ഒരു മയൂര 190 രൂപയ്ക്ക് മാത്രം എടുത്ത് കൊടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 30 രൂപ 40 രൂപ കൂടിപ്പോയാൽ നിങ്ങൾ പറയുന്ന വില കിട്ടിയാൽ 50 രൂപ നിങ്ങൾക്ക് കിട്ടും, അല്ലെ? ഇതിപ്പോ മയൂരയുടെ ഒരു കാര്യം പറയണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രേക്ഷകരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്റെ എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ പ്രോഫിറ്റ്, നല്ല മികച്ച ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ മയൂര SRDയുടെ കൂടെ നമുക്ക് വാംടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വാംടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കേരളത്തിലുള്ള ഒത്തിരി ജില്ലകളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത് ഈ ഹോൾസെയിൽ തേയില ബിസിനസ് വ്യാപാരം, അല്ലെ? അപ്പൊ നമ്മുടെ ഏരിയയിൽ ചിലപ്പോൾ കിട്ടുന്നത് ഒരു പക്ഷേ അത്തിക്കുന്ന എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് ആയിരിക്കും. മയൂര SRD ചിലപ്പോൾ ഈ ഒരു ബ്രാൻഡ് ചിലപ്പോൾ അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോ അത്തിക്കുന്നയുടെ ഒരു RD ഗ്രേഡ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ SRD ഗ്രേഡും ഉണ്ട്. അപ്പൊ ഈ ഒരു SRD ഗ്രേഡ് ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ, നിങ്ങളുടെ ഹോൾസെയിൽ ഷോപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മയൂര SRD ചേർക്കുന്നത് പോലെ നിങ്ങളെ ഓർക്കാണ്, ഓ മയൂര SRD ഇല്ല, പകരം അട്ടിക്കുന്ന SRD ഉണ്ട്. ഈ ഒരു അട്ടിക്കുന്ന SRDയുടെ കൂടെ വാംടി SRDയും കൂടെ ചേർത്തിട്ട് കൊടുക്കാലോ ഒന്ന്. ഈ അട്ടിക്കുന്ന SRDയുടെ ഇപ്പോഴത്തെ വില എന്ന് പറയുമ്പോൾ ഇതിപ്പോ അട്ടിക്കുന്ന RDയുടെ വിലയാണ്. ഇത് അട്ടിക്കുന്ന 175 രൂപയാണ് നെറ്റ് വില വരുന്നത്. അപ്പൊ ഇതിന്റെ SRD എന്ന് പറയുമ്പോൾ 78-80 രൂപ ആ ഒരു റേഞ്ചിൽ നിൽക്കും. അതായത് ഇതിനേക്കാളും 10 രൂപ, മയൂരിനേക്കാളും 10 രൂപയോളം കുറവ്, 10-12 രൂപയോളം കുറവാണ് ഇതിന്റെ SRD വരുമ്പോൾ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വാംടി ചേർത്ത് കൊടുക്കാമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, അല്ലെ? ഈ ഒരു അട്ടിക്കുന്നയുടെ കൂടെ നമുക്കൊന്ന് വാംടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലാഭം കൂടുതൽ കിട്ടിയല്ലേ? എന്നാൽ അങ്ങനെയല്ല. അട്ടിക്കുന്നയുടെ കൂടെ നമ്മൾ വാംടി ചേർത്തിട്ട് കാര്യമില്ല. അട്ടിക്കുന്നയുടെ കൂടെ വാംടി ചേർത്തിനാ ഈ അത്തിക്കുന്നയ്ക്ക് നിലവിലുള്ള ആ ഒരു ക്വാളിറ്റിയും കൂടെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. കാരണം ഒരു നാച്ചുറൽ ഒരു മീഡിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ആവറേജ് തേയിലയായിട്ടാണ് വരുന്നത്. രണ്ടും മുരുകപ്പ ഗ്രൂപ്പുകാരുടെ തേയിലയാണ്. ഇത് ടോപ്പ്, ഇത് സെക്കൻഡ്.
അപ്പോൾ ഈ അത്തിക്കുന്ന ബ്രാൻഡിലുള്ള തേയിലയിലെ കൂടുതൽ നമ്മൾ ഒരു വാംടി ചേർത്തിട്ട് നമ്മൾ 1 കിലോ 1/2 കിലോ പാക്കറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ വീട്ടമ്മമാരും യുവാക്കളും ഈ ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ എന്നോട് എപ്പോഴും നിരന്തരമായിട്ട് എന്നോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു ബ്രാൻഡ് എടുക്കണോ, ഈ ഒരു ബ്രാൻഡ് എടുക്കണോ, ഇങ്ങനെ 100 കൂട്ടം ബ്രാൻഡുകളുടെ പേരെടുത്ത് ചോദിച്ചിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എന്ന്. പക്ഷെ അതിനകത്ത് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു ബ്രാൻഡ് 2 ബ്രാൻഡ് എടുത്ത് മിക്സ് ചെയ്യുന്നതിലല്ല കാര്യം. നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡിന് ഇതുപോലെ ക്വാളിറ്റി. ഇപ്പൊ ഈ മയൂര SRDക്ക് പകരം ഇതേ സ്ഥാനത്ത് സൂര്യനെല്ലി ആണെങ്കിൽ, സൂര്യനെല്ലിയുടെ SRD ആണെങ്കിൽ നിങ്ങൾക്ക് വാംടി ചേർക്കാം. ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുത്ത് നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ കൂടെ ഇതിനും സൂര്യനെല്ലിക്കും പകരം ഇവിടെ ഇരിക്കുന്ന ഒരു AVTയുടെ കരടിക്കുടിയുടെ ബാഗ് ആണെങ്കിലോ അപ്പോഴും നിങ്ങൾക്ക് വാംടി ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ, വാംടിക്ക് മികച്ച ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളത് കുറഞ്ഞ വിലയിൽ കിട്ടാവുന്ന ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള നല്ല തേയിലയാണ് വാംടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മയൂരയും ഈ ഒരു വാംടിയും അതോടല്ലെങ്കിൽ സൂര്യനെല്ലിയും വാംടിയും കരടിക്കുടിയും വാംടിയും ഇനി വുഡ് ബ്രിഡ്ജ്, ചിന്നാറ് പോലുള്ള ബ്രാൻഡുകളും നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ചേർക്കുമ്പോൾ സെമിനി വാലി ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൂടെ സെമിനി വാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനി വാലിയുടെ ബ്രാൻഡ് നിങ്ങൾ പരമാവധി ഇത്രയും ക്വാളിറ്റിയുള്ള തേയിലയുടെ കൂടെ നിങ്ങൾ ചേർക്കരുത്. കാരണം വേറൊന്നുകൊണ്ടല്ല, സെമിനി വാലിയുടെ ആ ഒരു ക്വാളിറ്റി, ഞാൻ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടി സെമിനി വാലി എടുത്തതാണ്. പക്ഷെ ആ ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാൻ സെമിനി വാലി എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ക്വാളിറ്റി ഒട്ടും കിട്ടിയാല നമ്മുടെ എത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില ചേർത്താലും ആ ഒരു ബ്രാൻഡിന്റെ കൂടെ തേയിലയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സെമിനി വാലി പോലുള്ള ബ്രാൻഡുകൾ ചേർക്കാനായിട്ട് നിൽക്കണ്ട. ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്റെ പ്രേക്ഷകരെ, എന്റെ കുടുംബാംഗങ്ങളെ ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ആ സെമിനി വാലിക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് 60, 70, 80 രൂപ, 160 രൂപ ഈ ഒരു മയൂരയും വാംടിയും കൂടെ ചേർക്കുമ്പോൾ 190 രൂപയുടെ മയൂര മാത്രം കൊടുത്തില്ല നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഒരു 30, 40 കൂടിപ്പോയ 50 രൂപ അല്ലെ, 240 കൊടുക്കുവാണെങ്കിൽ. അതേസമയം നിങ്ങൾ വാംടി കൂടെ ചേർക്കുകയാണെങ്കിൽ 1 കിലോ ശരാശരി 160 രൂപയിൽ നിങ്ങളുടെ മിക്സിങ് കാര്യങ്ങൾ ചെയ്തപ്പോൾ വന്നു നിന്നു. 160 പോയിട്ട് 80 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. 160 പോയിട്ട് 240 ആകുമ്പോഴത്തേക്ക് 80 രൂപയുടെ വ്യത്യാസം. അതായത് 1 കിലോയിൽ 80 രൂപ ലാഭം. വേണ്ട, നിങ്ങൾ 220 കൊടുത്താലും 240 എന്നുള്ളത് നിങ്ങൾ 220 കൊടുത്താലും, കാരണം നിങ്ങൾ ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് ഒരു 10-20 രൂപ നിങ്ങൾ കുറച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു സാമാന്യം നിങ്ങളുടെ ആ ഒരു മനസ്സിനുള്ള ഒരു സംതൃപ്തിക്ക് അത്രയും കൂട്ടി കൊടുക്കണ്ട, ഇത്തിരി കുറച്ച് കൊടുത്തേക്കാം എന്നുള്ളൊരു തോന്നല് നിങ്ങൾ കൊടുക്കുകയാണ്. 220 രൂപ കൊടുക്കുക. അപ്പോഴും എന്റെ കൂട്ടുകാരെ 60 രൂപ 1 കിലോയിൽ മേൽ നമുക്ക് ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നു. മികച്ച ക്വാളിറ്റി നിലനിർത്താനും സാധിക്കുന്നു. കാരണം എന്താ, ബ്രാൻഡ് ഏതാ, മയൂര ബ്രാൻഡാ. ഇതിന്റെ കൂടെ സൂര്യനെല്ലി ആയാലും നമുക്ക് കുഴപ്പമില്ല ചേർക്കാൻ. കാരണം സൂര്യനെല്ലിയും മയൂരയും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കും, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി കിട്ടും അല്ലെ. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. പ്രോഫിറ്റ് നോക്കുമ്പോൾ ബിഗ് സീറോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ 10 രൂപ 20 രൂപ നമ്മുടെ മുതൽ കാശ് പോലും നമ്മൾ ഇതുപോലെ എടുത്ത് 1/2 കിലോ 1 കിലോ പാക്കറ്റുകളൊക്കെ ആക്കി നിശ്ചയത്തിൽ വെച്ച് നമ്മൾ സീലൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു അധ്വാനത്തിന്റെ ഫലം പോലും നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ അത്തിക്കുന്ന പോലുള്ള ബ്രാൻഡിന്റെ കൂടെ നിങ്ങൾ വാംടി ചേർത്തിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു തേയിലയുടെ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ വെറുതെ ഈ ഒരു ബ്രാൻഡ് മാത്രമായിട്ട് നിങ്ങൾ എടുത്ത് കൊടുക്കുവാണെങ്കിലോ നല്ല കാര്യമാണ്. അവിടെയാണ് ഇതിനകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഈ ഒരു അത്തിക്കുന്നയുടെ കൂടെ അത്തിക്കുന്ന എടുത്തു, ഇനി 230 രൂപയുടെ വാംടിയും കൂടെ ചേർത്തിട്ട് അത്തിക്കുന്ന ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അത്തിക്കുന്നയ്ക്ക് 180 രൂപ 175 150 രൂപ വില ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അത്തിക്കുന്ന തേയില മാത്രം എടുത്താൽ മതി. ഇത് മാത്രമായിട്ട് എടുത്ത് നിങ്ങൾക്ക് 1/2 കിലോ 1 കിലോ പാക്കറ്റുകളായിട്ട് കൊടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. ഈ മുരുകപ്പ ഗ്രൂപ്പുകാരുടെ ഇതിന് ഒരു നല്ലൊരു ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വാളിറ്റി അതിനുള്ളത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ബ്രാൻഡ്, ഇപ്പൊ വീട്ടമ്മമാരും യുവാക്കളും ഒരു ബോക്സ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേരാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് ഇപ്പൊ കടന്നു വന്നിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് എപ്പോഴും ഞാൻ കമന്റിലൂടെയും ഞാൻ അല്ലാതെ എനിക്ക് മെയിൽ അയക്കുമ്പോഴും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള ബ്രാൻഡാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതെങ്കിൽ, അവരുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പ് ആയിക്കോട്ടെ, അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നതെങ്കിൽ ഇതുപോലുള്ള ബ്രാൻഡാണെങ്കിൽ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മലക്കിപ്പാറയുടെ ഒരു ബ്രാൻഡാണ് കിട്ടിയത് സാറേ, ഞാനത് വുഡ് ബ്രിഡ്ജ് ആയിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. കാരണം അവിടെ വുഡ് ബ്രിഡ്ജിന്റെ ഒരു ബ്രാൻഡും ഉണ്ട്, മലക്കിപ്പാറയുണ്ട്. അപ്പൊ വുഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന, ഒരു ആവറേജ് ക്വാളിറ്റിയിൽ നിൽക്കുന്നതാണ്. അതിനേക്കാളും കൂടിയതാണ് മലക്കിപ്പാറ. കാരണം ടാറ്റാക്കാരുടെ തേയിലയാണ് ഈ മലക്കിപ്പാറ എന്ന് പറയുന്നത്. ഈ മലക്കിപ്പാറയുടെ കൂടെ വുഡ് ബ്രിഡ്ജ് ചേർത്തിനാൽ എന്താ സംഭവിക്കുന്നത്, ടാറ്റാക്കാരുടെ ഈ മലക്കിപ്പാറയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടെ നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താ, വുഡ് ബ്രിഡ്ജ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കാം, വുഡ് ബ്രിഡ്ജിന് ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള തേയിലയാണ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുക്കാം. പക്ഷെ എന്നാൽ നമുക്ക് ഇതുപോലുള്ള ബ്രാൻഡുകളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന്റെയും കൂടെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പൊ വുഡ് ബ്രിഡ്ജും മലക്കിപ്പാറയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, മലക്കിപ്പാറയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അതേസമയം മലക്കിപ്പാറയും മാത്രം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് വിൽപ്പന നടത്താം.
1 കിലോ ശരാശരി മലക്കിപ്പാറയ്ക്ക് 176 രൂപയാണ് വരുന്നത്. മലക്കിപ്പാറ കൊടുത്താലും നമുക്ക് 55 രൂപ 60 രൂപയോളം നമുക്ക് 1 കിലോയിൽ നമുക്ക് കിട്ടും. അതായത് ഒരു ബ്രാൻഡ് എടുത്ത് മാത്രമുള്ള വിൽപ്പന നടത്തി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഒരു ബ്രാൻഡ് മാത്രം എടുത്ത് നമുക്ക് വിൽപ്പന നടത്താം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിൽ നല്ല ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്ക് 2 രീതിയിലും നമുക്ക് വിൽപ്പന നടത്താം. അതായത് നമുക്ക് മയൂര വിൽക്കുന്നു എന്നുള്ളൊരു മനസ്സിനൊരു ആശ്വാസവും കിട്ടും, ഒരു സംതൃപ്തിയും കിട്ടും. മയൂരയുടെ ക്വാളിറ്റി ഒട്ടും നമുക്ക് നഷ്ടപ്പെടുത്തുകയും വേണ്ട. സൂര്യനെല്ലി പോലുള്ളതും AVT കരടിക്കുടി പോലുള്ളതിന്റെയൊക്കെ ബ്രാൻഡിന് ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് വേണം നമ്മൾ ഇത് കൊടുക്കാനായിട്ട്. കാരണം ഇത് ഓൾറെഡി നമ്മൾ മയൂരയുടെ കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മളിപ്പോൾ FSSAI രജിസ്ട്രേഷൻ കാര്യങ്ങളും ട്രേഡ് ലൈസൻസ്, അതായത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്ത് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെയാണോ, നിങ്ങൾ ഏത് പഞ്ചായത്തിലായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ അതിന്റെ കീഴിൽ വരുന്ന ലൈസൻസ് എടുക്കാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളത്. പിന്നെ ലീഗൽ മെട്രോളജിയുടെ പാക്കിംഗ് ലൈസൻസും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത്. ഇത് 3 മസ്റ്റ് ആയിട്ടുള്ളതാണ്. GST കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 12 ലക്ഷത്തിന് മുകളിലേക്ക് വർഷത്തിൽ ടേൺ ഓവർ ഒക്കെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷന്റെ ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ 4 കൂട്ടമാണ് ലൈസൻസ് പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ട്. ഇതിനകത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് FSSAIയുടെ രജിസ്ട്രേഷൻ, അതായത് ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ. ലൈസൻസ് അല്ല, രജിസ്ട്രേഷൻ മതി നിങ്ങളെ പോലുള്ള ചെറിയ കച്ചവടക്കാർക്ക്. അപ്പൊ FSSAIയുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ ഒരു ലൈസൻസ് ആണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത്. 14 അക്ക നമ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഇതും നിങ്ങളുടെ ബ്രാൻഡ് നെയിം, എക്സ്പയറി, മാനുഫാക്ചറിങ് വെച്ച് നിങ്ങൾക്ക് മയൂർ SRDയും വാമും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതൊരു പേരാണെങ്കിലും അതൊരു ബ്രാൻഡ് നെയിം ആയിട്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നോക്കണം. പിന്നെ ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ എന്റെ കൂട്ടുകാർ, എന്റെ പ്രേക്ഷകർ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്റെ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ വെറുതെ ഒരു ദിവസം തേയില എടുത്ത് നിങ്ങൾ ഇറങ്ങി കൊണ്ടുപോയി ഇന്നാ വിറ്റ് അല്ലെങ്കിൽ ഒരു 10 കിലോ ഇന്നൊരു 100 കിലോ വിറ്റ് നാളത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ടാർഗറ്റ് ഞാൻ വർഷങ്ങളായിട്ട് ടാർഗറ്റ് വെച്ചോണ്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഒരു ടാർഗറ്റ് വെച്ചോണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഓണത്തിന് ചിങ്ങത്തിൽ നിങ്ങൾക്ക് 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ എനിക്കൊരു 1000 കിലോ വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാർ, നിങ്ങൾ അത്രയൊന്നും വിൽക്കണ്ട, നിങ്ങൾക്കൊരു 300 കിലോ ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു 300 കിലോ വിൽക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മുതൽ 220 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 220, അപ്പൊ അത് മുതലും ലാഭം എല്ലാം കൂടെ ചേർത്താണ് ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് 220 രൂപയ്ക്ക് ഇരിക്കട്ടെ. നിങ്ങൾക്ക് അതിനകത്ത് മുതൽ വരുന്നത് എത്ര, അതായത് ചെലവ് മുതലും എല്ലാം കൂടെ ഒരു 170 രൂപയോളം നിങ്ങൾക്ക് വരും. 160 രൂപയാണ് നിങ്ങൾ ബ്ലെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തുന്നതെങ്കിലും നിങ്ങൾക്ക് 170 രൂപ പാക്കിംഗ് ചാർജിന്റെ കൂടെ 10 രൂപ കൂട്ടി 170 രൂപ വന്ന് പോയിട്ട് 50 രൂപ വെച്ച് നിങ്ങൾക്ക് 1 കിലോയിലേക്ക് കിട്ടുകയാണ്. അത് 220 കൊടുത്താൽ 240 നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾക്ക് 70 രൂപയോളം നിങ്ങൾക്ക് ലാഭം കിട്ടുകയാണ്. 170ന്റെ കൂടെ നിങ്ങൾ 70 രൂപ, നിങ്ങൾ 250 കൊടുക്കുക 70 രൂപ 1 കിലോയിൽ നിങ്ങൾക്ക് ലാഭം കിട്ടുകയാണ്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതുപോലുള്ള രീതിയിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ടോപ്പ് ബ്രാൻഡിന്റെ കൂടെ വേണം ആവറേജ് മീഡിയം ക്വാളിറ്റി ഉള്ളത്. ഇനി മയൂരയും ഈ അത്തിക്കുന്നയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചേർത്തും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ 10 രൂപയുടെയും 15 രൂപയുടെയും വ്യത്യാസം പക്ഷെ വരുന്നുള്ളൂ എന്ന് മാത്രമാണ്. കാരണം അത്തിക്കുന്ന മയൂരയുമായിട്ട് 10 രൂപയുടെ വ്യത്യാസം ഇതിന് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളത് ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾ ചേർത്ത് വെച്ചാലും നിങ്ങളുടെ പാക്കിംഗ് ചാർജിന്റെയും നിങ്ങൾ എടുക്കുന്ന എഫർട്ടിനും അനുസരിച്ചുള്ള ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തിക്കുന്ന മാത്രമായിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് ഒരു ബോക്സ് എടുത്തിട്ട് നിങ്ങൾ കോരി നിങ്ങൾ കൊടുത്താൽ മതി. അതായത് ഇതിപ്പോ ഒരു 40 കിലോ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 പാക്കറ്റ് കിട്ടും അല്ലെ. 5 കിലോയുടെ പാക്കറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതൊരു 8 പാക്കറ്റ് കിട്ടും. ഇതാകുമ്പോഴത്തേക്ക് ഒരു 7 പാക്കറ്റും കിട്ടും, പോയിട്ട് ഒരു 3 കിലോയും കിട്ടും ഈ അത്തിക്കുന്ന ആകുമ്പോഴത്തേക്കും. അതാണ് ഈ 2 ബോക്സ്. അതായത് ഇത് RD ഗ്രേഡ് ആയതുകൊണ്ട് ഇത് 38 കിലോ ഉള്ളൂ, ഇത് SRD ഗ്രേഡ് ഉണ്ട് 40 കിലോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് കാര്യങ്ങളുള്ളത്. നിങ്ങൾ 1 കിലോ 1/2 കിലോ പാക്കറ്റുകളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.